നമുക്കെല്ലാവർക്കും വേണ്ട ഒരു സംഗതിയുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന് സ്നേഹം, പ്രേമം. രണ്ടാമത്തത് പരിഗണന. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ എവിടെയാണോ ഇത് കിട്ടുന്നത് അവിടേക്ക് നമ്മൾ തേടിപ്പോകും. അത് സ്വാഭാവികമാണ്, അങ്ങനെയാണ് ഉണ്ടാവല്. പക്ഷേ ഇതിപ്പോൾ ഇല്ലാതെ ആയിരിക്കുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യല്, ഉസ്താദേ പണവോ പ്രതാപമോ ഒന്നും തന്നെ വേണ്ട, ഒരു ചെറ്റ കുടിലാണെങ്കിലും ഒരു ഒത്തിരി സ്നേഹം അല്ലെങ്കിൽ ഒരു പരിഗണന അത് കിട്ടിയാൽ മതി. അല്ലാതെ ഒരുപാട് വളർച്ച, ഒരുപാട് വലിയ കാശുണ്ടാകണം, പൊന്നുകൊണ്ട് മൂടണം എന്നൊന്നും എനിക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് വേണ്ടതാണ്. പക്ഷേ ഒരു ഒത്തിരി സ്നേഹം ഭർത്താവിൻ്റെ അടുക്കൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുക്കൽ നിന്നോ ഒരു പരിഗണന അത് കിട്ടിയില്ലെങ്കിൽ ആകെ ഡിപ്രഷനാണ്. നെഞ്ച് ഉരുകി കഴിയുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹുവൊക്കെ ക്ഷമക്ക് പരിഹാരം കൊടുക്കട്ടെ. ഞാൻ പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന കാലം 60-65 വയസ്സ്, വളരെയാൽ 70 വയസ്സ്. അതിനിടയിൽ കുവന്റെ വീട് മരിക്കുന്നവരുണ്ട്, രോഗബാധിതരായി മരിക്കുന്നവരുണ്ട്, നടന്നു പോകുമ്പോൾ മരിക്കുന്നവരുണ്ട്. പക്ഷേ ആ ജീവിക്കുന്ന കാലം സ്നേഹത്തോടെയും പരിഗണനയോടും ജീവിച്ചാൽ എന്തൊരു സുന്ദരമാകും ജീവിതം. നാളെ പരലോകത്ത് നമുക്കങ്ങനെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വീട്ടിലുള്ള ഉമ്മമാരോട് ഞാൻ പറയുന്നു, മരുമകളോട് കാണിക്കുന്ന ഒരു ദയ, ഒരു സ്നേഹം, ഒരു പരിഗണന അത് അവർക്ക് കൊടുക്കണം. കൊടുത്താൽ റിട്ടേൺ നമുക്കും തിരിച്ചു കിട്ടും. സ്നേഹവും ലാളനയും ദയയും പരിഗണനയും ആയിട്ട് നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതം സുന്ദരമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.